കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ, അല്ലെങ്കിൽ ഈ കാലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയിലേക്കാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ദൈവമക്കൾ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു വേർതിരിവുണ്ട്, സെപ്പറേഷൻ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇന്ന് ഇടകലർച്ചയിലേക്ക് വഴിമാറുന്ന ഒരു തലത്തിലേക്ക് വരുന്നു. ദൈവമക്കളും ലോകജാതികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന തരത്തിലേക്ക് ലോകജാതികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, എല്ലാ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഇന്നും ദൈവമക്കളുടെയും ദൈവസഭയ്ക്കകത്തും കയറിയ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും അത് ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്നാൽ ദൈവമക്കളെ, നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? ദൈവം ആരെയാണ് സ്നേഹിച്ചത്? നമുക്കറിയാം. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ 11 ഗോത്രവും വിഗ്രഹത്തിന് മുമ്പിൽ കവിണ്ണു വീണ് നമസ്കരിച്ച് സ്തോത്രം മിസ്രൈമിന്റെ ദൈവമായ കാളക്കുട്ടിയെ ആരാധിക്കുന്ന സമയത്ത് ആ 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രം മാത്രമാണ് ദൈവത്തിന് വേണ്ടി മാറി നിന്നത്. അവരാണ് പിന്നത്തേതിൽ പൗരോഹിത്യമെന്ന സ്തോത്ര ശുശ്രൂഷ ചുമക്കുവാനും ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുവാനും ഇടവന്നത് നമ്മൾ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ്? മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് അവർ വ്യത്യസ്തരായതുകൊണ്ടാണ്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ഈ സന്ദേശം കൈമാറുമ്പോൾ നമ്മളെല്ലാവരും ഈ കാലത്ത് പറയുന്നൊരു വാക്കാണ്, നാട് ഓടുമ്പം നടുവേ ഓടണം, അല്ലേ? അതുപോലെ തന്നെ പലരും പറയാറുണ്ട്, ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേരയുടെ നടുക്കണ്ടം തിന്നണം. ഇതൊക്കെ ലൗകിക പ്രയോഗങ്ങളാണ്. ദൈവമക്കൾക്ക് അതൊരിക്കലും ചേർന്നതല്ല എന്ന് തന്നെ നമ്മൾ പഠിക്കണം. ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം ഏതേൻ തോട്ടത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അവിടെ മുതൽ സെപ്പറേഷൻ, വേർതിരിവ്, വേർപാട്, അനുഷ്ഠിക്കുക എന്നുള്ള വാക്ക് അവിടെ മുതലേ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എല്ലാവരെയും പോലെ നമുക്ക് ജീവിക്കുവാൻ നിർവാഹമില്ല. സ്തോത്രം. നടുവിൽ എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്നാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്ക്. പക്ഷെ അത് എന്നാണോ മനുഷ്യൻ തെറ്റിച്ചത്, അവിടെ മുതൽ അവൻ പാപത്തിന് അടിമയായി മാറുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ തിരുവചന ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്തോത്രം, എവിടെയും ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തോടൊക്കെ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ ജാതികളോട് കലരുത്, അവരുടെ അന്യദൈവത്തെ സേവിക്കരുത്, സ്തോത്രമല്ലേ, ഇണയില്ല പിണ കൂടരുത്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളും ചിന്തകളും സ്തോത്രം ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞു വെപ്പാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്കൊരു വേർതിരിവ് വേണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അടുത്ത പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. നമ്മൾ സൂക്ഷിക്കണം, നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവമക്കളുടെ തലമുറയെ, ദൈവമക്കളെ ഏത് വിധേനയും വഴിതെറ്റിച്ച് പിശാചിൻ്റെ സ്തോത്രം നരകസ്ഥലേക്ക് നമ്മളെ എത്തിക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നഷ്ടമാക്കുവാൻ, നമ്മുടെ തലമുറകളെ നഷ്ടമാക്കുവാൻ പിശാചവന്റെ മുഴുവൻ ആയുധവും എടുത്ത് പോരാടുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. ബി കെയർഫുൾ. സ്തോത്രം. ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം, നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഏത് വിധേനയും നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ തക്കവണ്ണമാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ, നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. സ്തോത്രം. നമ്മുടെ പാത്രങ്ങളെ, താന്താങ്ങളുടെ പാത്രങ്ങളെ താന്താങ്ങൾ കാത്തുകൊള്ളട്ടെ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവസന്നിധിയിൽ എത്തുന്നില്ല. വിശുദ്ധിയോടെ, ദൈവകൃപയോടെ നമ്മളെ തന്നെ, ജീവിതത്തെ, ജഡത്തെ, സ്വഭാവത്തെ, പ്രവർത്തിയെ, സംസാരത്തെ, ഇടപെടലുകളെ, ബന്ധങ്ങളെ സൂക്ഷിച്ചുകൊണ്ടായിരുന്നാൽ അവന്റെ തെളിവ് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ദൈവത്തിൽ ജനിച്ചവനാണോ, നീ നിന്നെ തന്നെ സൂക്ഷിക്കും. നിനക്കൊരു വേർപാടുണ്ടായിരിക്കും. അത് തിരുവചനം പറയുന്ന ആഴമാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ ക്രിസ്തീയ ജീവൻ നയിച്ചു നിത്യജീവന്റെ ഓഹരിക്കാരാകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വഴിമാറുന്നു.
അത് ദൈവമക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ തകർത്തുകളയും എന്നൊക്കെ പിശാച് അതിശ്രാന്ത പരിശ്രമം ചെയ്യുമ്പോൾ ദൈവദിനത്തിനു വേണ്ടി ദൈവിക പ്രമാണത്തിനു വേണ്ടി നിലകൊള്ളുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു. ഈ സന്ദേശം അനേകരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തും. അനേകർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.